കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി അർജുനു വേണ്ടി തെരച്ചിൽ പുരോഗമിക്കുന്നു. പ്രദേശത്ത് തുടരുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായി കർണാടക സർക്കാർ അറിയിച്ചു. അർജുന്റെ വാഹനം പുഴയിലില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നാവികസേന നടത്തിയ തിരച്ചിലിലാണ് സ്ഥിരീകരണം വന്നത്. വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത്. സരീഷ്, ഒരു അർജുനു വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, ഒരു പ്രതീക്ഷയിലാണ് കേരളം മുഴുവൻ, മലയാളികൾ എല്ലാവരും. ഇപ്പോൾ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മഴ തടസ്സമായിട്ടുണ്ട് എന്നും പറയുന്നു. നിലവിൽ ഏതു രീതിയിലാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്? ഇപ്പോഴും അവിടെ മഴ തുടരുകയാണോ? ഒരു മണിക്കൂറായി ഇവിടെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭസൂചകമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകീകരിക്കുന്നത്. 15 JCB ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ നിന്നും ടിപ്പറുകളിലേക്ക് മണ്ണ് മാറ്റുന്നത്. പക്ഷേ അപ്പോൾ ഇപ്പോൾ കർണാടകയിൽ ശിരൂരിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് ഇപ്പോൾ ഒരു മണിക്കൂറായി മഴ മാറി നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. അർജുൻ്റെ വാഹനം പുഴയിലില്ല എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാവികസേന നടത്തിയ തെരച്ചിലിലാണ് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. സരീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, നാവികസേന നടത്തിയ തിരച്ചിലിൽ അർജുൻ്റെ ലോറി പുഴയിലില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. നാവികസേന നിലവിൽ തിരച്ചിൽ നടത്തുന്നുണ്ടോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? പുഴയിലെ പരിശോധന പുഴയിൽ എന്തായാലും ലോറി ഇല്ല എന്നൊരു സ്ഥിരീകരണമുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സരീഷിലേക്ക് തിരികെ എത്താം. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുന്റെ കോഴിക്കോട്ടെ വീട് സന്ദർശിച്ചു. തെരച്ചിലിന് ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും കർണാടക സർക്കാരുമായി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്നും കളക്ടർ അറിയിച്ചു. കോർഡിനേഷൻ നമുക്ക് സൈഡിൽ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് എക്സസൈസ് ആണ്. അതിൽ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ ജില്ലാ ഇൻചാർജ് മന്ത്രി റിയാദ് മിനിസ്റ്റർ സാറും അത് എല്ലാവരും നമുക്ക് സംസാരിച്ചു. ഫാമിലിയിലെ ഏത് സപ്പോർട്ടാണെങ്കിൽ നമുക്ക് സൈഡിൽ തയ്യാറാണ്. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഈ ഇഷ്യൂ നമുക്ക് പെട്ടെന്ന് റിസോൾവ് ആവും. നമുക്ക് അവരുടെ ടീമിൽ ട്രസ്റ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ NDRF ടീം, നേവി എല്ലാവർക്കും ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് എക്സസൈസ് ആണ്. മഴ ശക്തമായി ഉണ്ട് അവിടെ ഉത്തരകന്നഡയിൽ. അതുകൊണ്ട് ഇതിൽ ടൈം കുറച്ച് എക്സ്ട്രാ വേണ്ടി വരും. വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് അവിടെ നിന്നും ചേരുന്നത്. ഇർഫാൻ, കുടുംബം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെ രക്ഷാദൗത്യവും നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ അർജുൻ്റെ വീട് സന്ദർശിച്ചു. കളക്ടറിൻ്റെ വാക്കുകൾ എന്താണ്? ഇപ്പോൾ കളക്ടർ പങ്കുവച്ച ഒരു വിവരമുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ വഴിയും സംസ്ഥാനവും തലത്തിലും കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. ആവശ്യമായ മുഴുവൻ സമ്മർദ്ദവും കർണാടകത്തിന് മേൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും ചെലുത്തുന്നുണ്ട്. അവിടുത്തെ IAS ഉദ്യോഗസ്ഥരുമായി കളക്ടർ സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ കളക്ടറുമായും അതോടൊപ്പം സബ് കളക്ടറുമായി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചിരുന്നു. അവിടുത്തെ SP ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. ഏത് രീതിയിലാണ് ഇപ്പോഴുള്ള ഈ പ്രവർത്തനങ്ങൾ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം കളക്ടർ ചോദിച്ച് മനസ്സിലാക്കി എന്നാണ് നമ്മോട് പങ്കുവച്ചത്. NDRFന്റെയും നേവിയുടെയും സംഘങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തി എന്നുള്ള ഒരു വിവരവും കളക്ടർ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാര്യമായ ഒരു ഇടപെടൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന നിലയിലുള്ള വിവരമാണ് കളക്ടർ നൽകിയത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന വിവരമാണ് കളക്ടർ സ്നേഹിൽ കുമാർ നമ്മളോട് പങ്കുവച്ചത്. കളക്ടർ ഈ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. സാധ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് കളക്ടർ കുടുംബത്തെ അറിയിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ആശങ്കകളും കളക്ടർ കേട്ടിരുന്നു. ഏത് നിലയിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്ന ഒരു പുരോഗതിയും കളക്ടർ വിലയിരുത്തി. അതുമാത്രമല്ല, ഈ വിഷയങ്ങളെല്ലാം കുടുംബത്തെ കൃത്യമായി തന്നെ കളക്ടർ അറിയിച്ചിട്ടുമുണ്ട്. ശരി ഇർഫാൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുന്റെ കോഴിക്കോട്ടെ വീട് സന്ദർശിച്ചു. തെരച്ചിലിന് ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് കളക്ടർ പറയുന്നത്. കർണാടക സർക്കാരുമായി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി.